നമസ്കാരം. കേരളത്തിൽ കോൺഗ്രസിനെ കണ്ണിന് കണ്ടുകൂടാ, ബംഗാളിൽ ബന്ധമാകാം. CPMന്റെ ഈ നിലപാട് ഇവിടെ വേവുമോ? തെരഞ്ഞെടുപ്പാണ്. പറയുന്ന വാക്കിന്റെ പൊരുത്തക്കേട് പാർട്ടികളെ പ്രതിരോധത്തിലാക്കുന്ന ഏക സമയം. അവിടെയാണ് ബംഗാൾ പ്രതിബന്ധം കേരള CPMനെ കുഴയ്ക്കുന്നത്. കോൺഗ്രസിനെതിരെ കാലുഷ്യത്തോടെ സംസാരിക്കുന്നവരാണ് മുഖ്യമന്ത്രിയും കോടിയേരിയും. ബംഗാളിലെ മുഖം വികൃതമായതിന് കേരളത്തിലെ കണ്ണാടി തല്ലിപ്പൊട്ടിക്കാതിരിക്കാനുള്ള തന്ത്രം. വരും നാളുകളിലും ഇരുവരും അത് തുടരും. PBയും CCയും എന്ത് തീരുമാനിച്ചാലും. ഇവിടെ നിന്നുള്ള PB അംഗങ്ങൾ അവിടുത്തെ പ്രചാരണത്തിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ടൊക്കെ പൊതുജനത്തിന്റെ കണ്ണ് കെട്ടാനാകുമോ? ബംഗാൾ ബന്ധം ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യില്ലേ? ബംഗാളിൽ കോൺഗ്രസിനോട് കൈക്കൊള്ളേണ്ട രാഷ്ട്രീയ ബന്ധത്തെപ്പറ്റി ഇന്നിപ്പോൾ PB പറയുന്നത് കേട്ടു. അവിടെ എന്തോ അടക്കം പറച്ചിലാകാം എന്ന മട്ടാണ്. സഖ്യം വേണ്ട, സംയുക്ത പ്രചാരണവും വേണ്ട, പ്രാദേശികമായി നീക്കുപോക്കാകാം. അതാണ് ബംഗാൾ ലൈൻ. എന്നാൽ ഈ അടക്കം പറച്ചിൽ പൊതുജനം വെച്ചുപുറപ്പിക്കുമോ? കണ്ടറിയണം. കേരളത്തിൽ കുതിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ കുതികാൽ വെട്ടണം. ബംഗാളിൽ അതിജീവിക്കണമെങ്കിൽ ബന്ധുത്വം നടിക്കണം എന്നതിനെ ഇരട്ട ലൈൻ എന്നൊക്കെ വിശേഷിപ്പിച്ചാലും ഇരട്ടത്താപ്പെന്ന് ജനം കരുതില്ലേ? PB കടന്ന് CCയിലേക്ക് വരുമ്പോഴെങ്കിലും വിശ്വാസയോഗ്യമായ വിശദീകരണം നൽകാൻ CPMന് സാധിക്കുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, ബംഗാൾ ബന്ധം ബന്ധനമായോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ, CPM നേതാവ് KN ബാലഗോപാൽ, ഫോർവേഡ് ബ്ലോക്ക് നേതാവ് G ദേവരാജൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് C മാത്യു എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ. കണ്ടുകൂടാത്തത് കേരളത്തിൽ മാത്രമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ മാത്യു കുഴൽനാടൻ, പ്രാദേശികമായി നീക്കുപോക്കാകാമെന്ന് CPM നിലപാടെടുക്കുന്നു. ബംഗാളിൽ ഏതു തരത്തിൽ വേണം കോൺഗ്രസും ഇടതു പാർട്ടികളുമായുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബന്ധം എന്നതിനെപ്പറ്റി നിങ്ങളുടെ കേന്ദ്ര നേതൃത്വവും രാഹുൽ ഗാന്ധിയും പറഞ്ഞത് കോൺഗ്രസിൻ്റെ അന്തസ് അതിനിളക്കം തട്ടാത്ത വിധത്തിലുള്ള ധാരണയാകാം, തൃണമൂലുമായി ഒരു തരത്തിലുള്ള ധാരണയും വേണ്ട എന്നാണ്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമീപനം ഇരു പാർട്ടികളും സ്വീകരിച്ചത്? ആർക്കാരാണ് ബംഗാളിൽ അനിവാര്യമായിരിക്കുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ വളരെ ക്ലിയർ ആണ്. ഞങ്ങൾ ഈ സർക്കാർ ഇന്ന് ഭരിക്കുന്ന ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ എല്ലാ ശക്തിയും സമാഹരിച്ച് പോരാടുക എന്ന നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ തുറന്ന മനസ്സാണ് കോൺഗ്രസിനുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു അപ്രോച്ചാണ് രാഹുൽ ഗാന്ധിയുടേതുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ 5 സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും BSP അടക്കമുള്ളവരെ കൂടെ ചേർക്കുന്നതിന് കോൺഗ്രസ് ഒരു ശ്രമം നടത്തിയിരുന്നു. അവരോടൊപ്പം വരാൻ അവരെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചത് മായാവതി വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഡിമാൻഡ് വെക്കുകയാണ്. ഒട്ടും ലോജിക്കൽ അല്ലാത്ത. കാരണം ഇന്ന് BJPയെ പരാജയപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ അത്യാവശ്യമാണ്. ഞങ്ങളുടെ അത്യാവശ്യത്തെക്കാളേറെ കോൺഗ്രസിന്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഏതറ്റം വരെയും വിട്ടുവീഴ്ച ചെയ്യുമെന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്ന വിവരം ഞാൻ പങ്കുവെക്കുകയാണെങ്കിൽ, ഐ അണ്ടർസ്റ്റാൻഡ് 25 സീറ്റ് വരെ മധ്യപ്രദേശിൽ നൽകാമെന്ന് പറഞ്ഞപ്പോൾ 40-ൽ താഴെ കോംപ്രമൈസ് ഇല്ല എന്ന നിലപാടാണ് മായാവതി സ്വീകരിച്ചത്. ഇവിടെയാണ് വേണു നേരത്തെ പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ നിലപാട് പ്രസക്തമാകുന്നത്. പാർട്ടിയുടെ ആത്മാഭിമാനം പണയം വെച്ച് പാർട്ടിയുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള സഖ്യങ്ങൾക്ക് ഞങ്ങൾ തയ്യാറല്ല. റീസണബിൾ ആയിട്ടുള്ളതും അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളതുമായ ഡിമാൻഡ്സിനെ കോൺഗ്രസ് മീറ്റ് ചെയ്യും. അങ്ങനെ അവിടെ BSP ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. അപ്പോൾ അവരെല്ലാം ധരിച്ചത് ഒരുപക്ഷെ തൂക്ക് മന്ത്രിസഭ വരും. അങ്ങനെ വരുമ്പോൾ BSPയുടെ 3-4 സീറ്റുകൾ നിർണായകമായേക്കാം. ഇത് തന്നെയാണ് രാജസ്ഥാനിൽ സംഭവിച്ചത്. എന്നിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ മായാവതിക്ക് ഉള്ളതുകൂടി നഷ്ടപ്പെടുകയും ചെയ്തു. കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വരികയും ചെയ്തു. ഇത് തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിക്കുന്നു അതിൻ്റെ അകത്ത് കോൺഗ്രസിന് വലിയ ഒരു നേട്ടമാണ് ഉണ്ടായത്. കാരണം കോൺഗ്രസ് ഒറ്റയ്ക്ക് അധികാരത്തിൽ വന്നു എന്നത് ഞങ്ങൾക്കിപ്പോൾ പാർലമെന്റ്
സാങ്കേതിക പ്രശ്നമുണ്ട്. കുഴൽനാടിലേക്ക് മടങ്ങിയെത്താം അത് പരിഹരിക്കുമ്പോൾ. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇവിടെ ബ്രിഗേഡ് ഗ്രൗണ്ട് റാലി അത് അത്ഭുതകരമായ ഒരു തിരിച്ചുവരവിൻ്റെ സാധ്യതയാണ് എന്നാണ് ഇന്നും ഇപ്പോൾ PB പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നത്. അപ്പോൾ അത് CBI റെയ്ഡ് കൊണ്ട് അന്ന് വാർത്താ പ്രാധാന്യം നേടിയില്ല എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത്ര ഗൗരവതരമായി എടുക്കേണ്ടതല്ല. അതിനേക്കാൾ വലിയ ഒരു തിരിച്ചടിയായി വേണമെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ നിലപാട് വരാം. കാരണം ഇത്ര വലിയ ഒരു സാധ്യതയായി നിങ്ങളെ ജനങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തിയതിൻ്റെ 2 ദിവസത്തിന് ശേഷം അവിടെ കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സാധ്യത, തെരഞ്ഞെടുപ്പിൽ അതിജീവിക്കാനുള്ളൊരു സാധ്യത ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസുമായി യോജിച്ചുകൊണ്ട് എന്നല്ല, പക്ഷേ അവിടെ ഈ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും അതുപോലെ BJPയും അവർ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയും തൃണമൂൽ കോൺഗ്രസും ഒരുമിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ 2009 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും BJPയും ഒരുമിച്ചായിരുന്നു എന്നുള്ളതാണ് രഹസ്യമായി ഒരുമിച്ചായിരുന്നു. DMKയും NDAയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. നിങ്ങളെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ നിങ്ങൾ DMKയുമായി ചേർന്നാണ് നിൽക്കുന്നത്. അതെ, അത് DMKയുടെ സ്വഭാവവും തൃണമൂലിൻ്റെ സ്വഭാവവും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. DMK ഒരു ഘട്ടത്തിൽ അവർ എന്തുകൊണ്ടാണ് പോയതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത് ആ സമയത്താണ് ഇടതുപക്ഷം അവിടെ പരാജയപ്പെട്ടത്. ആദ്യത്തെ പരാജയം കഴിഞ്ഞു അതിനുശേഷം പരാജയത്തിന് ശേഷം ശക്തമായ ആക്രമണങ്ങളൊക്കെ ഏറ്റുവാങ്ങി. ഇപ്പോൾ ഈ കഴിഞ്ഞ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൻ്റെ ആ റാലി 10 ലക്ഷത്തിലധികം ആളുണ്ടായിരുന്നാണ് പത്രങ്ങൾ തന്നെ എഴുതുന്നത്. വലിയ മൈതാനമാണ്, അവിടെ ഇടതുപക്ഷ പാർട്ടികൾ ചേർന്നിട്ടാണ്. അപ്പോൾ അതിനകത്തൊരു വലിയ കാര്യമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, മനുഷ്യന് കടുത്ത ആക്രമണം വരുമ്പോൾ ഏറ്റവും മുന്നേ നിൽക്കുന്ന ആളുകൾ ഒഴിച്ച് സാധാരണ ഒരു ആളുകൾക്ക് അങ്ങനെ ഇറങ്ങാനുള്ള ഭയം വരും. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ പുറത്തേക്ക് വരുന്നുള്ള വാർത്ത ഇപ്പോൾ കാണുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ വിശാലമായ ഈ തൃണമൂൽ കോൺഗ്രസും BJPയും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു എന്നൊരു സ്വഭാവം തന്നെ ഞങ്ങൾ കാണുന്നത്. രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ഉണ്ടെങ്കിലും അതിനെ നേരിടാനായിട്ട് ശക്തമായിട്ടുള്ള ഒരു നിലപാട് വേണം. സഹകരിക്കുന്ന കക്ഷികളെ മുഴുവൻ സഹകരിപ്പിക്കണം. കോൺഗ്രസ് പാർട്ടി അവിടെ ഒരു അത്രയും വലിയ നമ്പറില്ല. ഞാനത് അവരെ മോശപ്പെടുത്താനൊന്നും പറയുന്നതല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്തും ചില സീറ്റുകളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. കാരണം ചില സ്ഥലത്ത് ഈ BJPയെ മാറ്റി നിർത്താൻ, BJPയെ സഹായിക്കുന്നവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് മാൽഡ മേഖലയിൽ, തുറന്നു പറയുന്നതിന് എനിക്ക് മടിയില്ല, മാൽഡ മേഖലയിൽ ഗനികാൻ ചൗധരിയുടെയൊക്കെ കോൺഗ്രസിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലയിലൊക്കെ കുറച്ച് ഈ BJP അല്ലെങ്കിൽ തൃണമൂൽ പോലെയുള്ള അവരുടെ മുന്നണിയെ നേരിടാൻ വേണ്ടിയിട്ട് ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവാം. ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല, ആളുകൾക്ക് അറിയുന്നതാണ്. എന്നാൽ മുന്നണിയല്ല. അത്തരമൊരു സാഹചര്യം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് ഒരു തകർച്ച ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരു സമീപനമാണ്. അതൊരു മുന്നണിയായിട്ട് വരുന്നില്ല. അത് നേരത്തെയും ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നേരത്തെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അടിസ്ഥാന പ്രശ്നം ഏറ്റവും കൃത്യമായി ഞങ്ങളുടെ അഭിപ്രായം ഏറ്റവും നന്നായി വരേണ്ടത് ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റുന്നത് പോലെ അല്ലാതെ ഒരു സ്ഥലത്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഞങ്ങൾ കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചു. ബാക്കി സ്ഥലത്തൊക്കെ രാജസ്ഥാനിൽ കുറച്ചോട്ടുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കില്ല. ഇപ്പോൾ ഞങ്ങൾക്കൊരു 40,000, 30,000, 50,000 വോട്ട് കിട്ടിയ ഒരു 10 സീറ്റോളം 5-8 സീറ്റുണ്ട് ആ തോറ്റ സീറ്റിൽ പോലും. അപ്പം ബാക്കി കുറേയേറെ സീറ്റ് എല്ലാ സ്ഥലത്തും ആ കർഷക പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി വന്ന വോട്ടുകൾ BJPക്കെതിരായി വോട്ട് ചെയ്യണമെന്നുള്ള ഒരു വാദത്തോടു കൂടി അവിടെ BJPക്കെതിരായിട്ട് കോൺഗ്രസ് മത്സരിച്ചെങ്കിൽ ആ സീറ്റ് കിട്ടിയിട്ടുണ്ട്. UPയിലും ബീഹാറിലും ഒക്കെ അതേ സമീപനം എടുത്തിട്ടുണ്ട്. ബംഗാളിലും അതേ സമീപനം തന്നെയാണ് എടുക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടും വീണ്ടും ഒരു റിവൈവലിൻ്റെ ശക്തമായ സാധ്യത ഉള്ളതുകൊണ്ടും ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നേ ഉള്ളൂ. അതിനകത്ത് ഒരു വ്യത്യസ്തമായ സമീപനം ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല സമീപനം തന്നെയാണ്. അത് കഴിഞ്ഞ കാലത്തെ അവിടുത്തെ അനുഭവത്തിലാണ്. 100 കണക്കിന് ആളുകളെ കൊലപ്പെടുത്തുകയും പാർട്ടി ഓഫീസുകളും എല്ലാം ആക്രമിക്കുകയും എല്ലാം ചെയ്യുന്നൊരു സ്ഥലത്ത് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണ്. നല്ലൊരു മുന്നേറ്റം ഇതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ശരി, ശ്രീ G. ദേവരാജൻ, ഇവിടെ ഇപ്പോൾ ബംഗാളിൽ ഒരാഴ്ചയിൽ 3ാമത്തെ തവണയാണ് മോദി വന്നു പോകുന്നത്, ഒറ്റയാഴ്ചയിൽ. അവിടെ അപ്പോൾ ഗൗരവതരമായി BJP തൃണമൂൽ എന്ന നിലയിലുള്ള ഒരു മത്സരത്തിൻ്റെ സ്വഭാവം വന്നിരിക്കുകയാണ്. പല രാഷ്ട്രീയ വിവാദങ്ങളാൽ മമതയും പ്രധാനമന്ത്രിയും നേർക്കുനേരാണ്. ഇപ്പോൾ രാഹുലിനെ അങ്ങനെ നേർക്കുനേർ എതിർവാദങ്ങളുമായി നേരിടുന്നില്ല മോദി. കുടുംബഭരണം എന്നൊക്കെ ഉള്ള സ്ഥിരം വാചകങ്ങളാണ്. 55 വർഷം 55 മാസം തുടങ്ങിയ കഥകൾ. പക്ഷെ നേർക്കുനേർ യുദ്ധം എന്ന നിലയിലേക്ക് മാറുന്നത് മമതയും മോദിയുമായിട്ടാണിപ്പോൾ. ഏതെങ്കിലും ഒരു പ്രാദേശിക മുഖ്യമന്ത്രി, ഒരു പ്രാദേശിക നേതാവ് മോദിയുമായി നേരിട്ട് കൊമ്പുകോർക്കുന്നു എന്നത് മമതയിലാണ് നാം കാണുന്നത്. ആ രൂപത്തിൽ അവിടുത്തെ രാഷ്ട്രീയം അതിവേഗം ധ്രുവീകരിക്കപ്പെടുമ്പോൾ അതിജീവിക്കാനുള്ള കോൺഗ്രസിൻ്റെയും CPMൻ്റെയും ശ്രമങ്ങൾ, അതിൻ്റെ ഭാഗമായുള്ള പ്രാദേശിക നീക്കുപോക്ക്, അത് അവിടുത്തെ രാഷ്ട്രീയ ചിത്രത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കും എന്നാണ് കരുതുന്നത്?
നിശ്ചയമായിട്ടും ഇന്നിപ്പോൾ CPM-ൻ്റെ PV എടുത്തിരിക്കുന്ന നിലപാടും അതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം എടുത്ത നിലപാടും പശ്ചിമ ബംഗാളിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിന് ഇണങ്ങുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സഖാവ് ബാലഗോപാലൂടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വെറും സീറ്റ് ധാരണകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഖ്യങ്ങൾ മാത്രമായിരുന്നില്ല. ഫലത്തിൽ അവിടെ ഒരു വാം ഗണതാന്ത്രിക് ധർമ്മനിരപേക്ഷ ജോട്ട് എന്ന് പറയുന്ന അർത്ഥത്തിൽ തന്നെ സീറ്റുകൾ വിട്ടുകൊടുക്കുകയും അതനുസരിച്ചുള്ള മത്സരം നടക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് 34 സീറ്റിൽ മത്സരിക്കുന്ന ഫോർവേഡ് ബ്ലോക്കിന് പോലും 9 സീറ്റുകൾ ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ ജോട്ട് ഈ മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ. പക്ഷേ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ട ഒരു ചിത്രം അവസാന നിമിഷമുണ്ടാക്കിയ ഒരു സഖ്യം എന്ന അർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ കമ്മിറ്റഡ് വോട്ടുകളാണല്ലോ. ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ട് സംഭവിച്ച ഏറ്റവും വലിയ അപകടം അഥവാ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ദുര്യോഗം എന്ന് പറയുന്നത് ഏതാണ്ട് 60-70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 44 സീറ്റുമായി നിയമസഭയിൽ രണ്ടാം കക്ഷിയാവുകയും അതിൻ്റെ 3 ഇരട്ടിയിലധികം സീറ്റുകൾ മത്സരിച്ച ഇടതു പാർട്ടികൾ 26 സീറ്റുമായി 3-ാം സ്ഥാനത്തേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതുണ്ടാകാതിരിക്കാൻ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെങ്കിലും അതിന് നേരത്തെ കൂട്ടിയുള്ള ചർച്ചകൾ ആവശ്യമാണ് എന്നുള്ള ഒരു വാദം CPM-ൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും BJP-യും എതിർക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടുന്നത് അങ്ങനെ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച ബ്രിഗേഡ് ഗ്രൗണ്ടിലെ ആ റാലി ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രവർത്തിക്കാൻ കഴിയാതിരുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ധൈര്യത്തോടു കൂടി രംഗത്ത് വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ശരിയ കാര്യമല്ല. അത് വളരെ ശുഭോദർക്കമായ ഒരു വസ്തുത തന്നെയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ തൃണമൂൽ കോൺഗ്രസിനും BJP-ക്കും എതിരായിട്ടുള്ള വോട്ടുകൾ ഒന്നും തന്നെ ഭിന്നിച്ചു പോകാതിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ പശ്ചിമ ബംഗാളിന് ആവശ്യമായി വന്നിരിക്കുന്നു. വിശേഷിച്ചും ഇടതുപക്ഷത്തിന് വിശേഷിച്ച് 2 സീറ്റാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ ബംഗാളിൽ നിന്നുള്ളത്. അതിലൊന്ന് ഉത്തർ ദിനാജ്പൂരിലെ റായ്ഗഞ്ചിൽ നിന്നും മറ്റൊന്ന് മൂർഷിദാബാദ് മണ്ഡലവുമാണ്. ബദറുദ്ദീസ ഖാൻ എന്ന് പറയുന്നയാളും അതുപോലെ തന്നെ ശ്രീ മുഹമ്മദ് സലീമും ഈ 2 പേരാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. ഈ 2 സീറ്റുകളും കോൺഗ്രസിൻ്റെ കോട്ടകളാണ്. മുർഷിദാബാദ് ജില്ലയിലെ ബാക്കി 2 മണ്ഡലങ്ങളും ജയിച്ചിരിക്കുന്നത് ഒന്ന് പ്രണാബ് മുഖർജിയുടെ മകനാണ്, ഒന്ന് അവിടുത്തെ മുൻ PCC പ്രസിഡന്റായ അധീർ രഞ്ജൻ ചൗധരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ തുടങ്ങിയിട്ടുള്ള വടക്കൻ ബംഗാൾ കോൺഗ്രസിന് ഇപ്പോഴും സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് 2 ഇടതുപക്ഷ MP-മാർ അഥവാ CPM MP-മാർ ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലും നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ രീതിയിൽ കോൺഗ്രസുമായിട്ടുള്ള ധാരണ ഉണ്ടായേ പറ്റുകയുള്ളൂ. ആ അർത്ഥത്തിൽ ഒരു തീരുമാനമാണ് ഇന്ന് 2 പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 2 ഇവിടെ വേണു തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ബ്രിഗേഡ് റാലി എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു പോയത്? അത് അന്നത്തെ ദിവസം ഈ CBI-യുടെ റെയ്ഡുമായി ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ മമതാ ബാനർജി അവിടെ ശ്രമിക്കുന്നതും ഞാനാണ് BJP എതിർക്കുന്നത് എന്ന് വരുത്തിയെടുക്കുക എന്നുള്ളതാണ്. BJP കാണിക്കുന്നത് ഞങ്ങളാണ് തൃണമൂലിനെ എതിർക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം നിഷ്പ്രഭമാണ് എന്ന് വരുത്തുവാൻ ഇവർ 2 പേരും ഒരു ശ്രമം നടത്തുന്നുണ്ട് അവിടെ. അതിനിടയിലാണ് കോൺഗ്രസിനും ഇടതു പാർട്ടികൾക്കും അവിടെ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അവരവിടെ ഈ പറഞ്ഞ ജാതിയും മതവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുമായിട്ടാണ് ഇടതു പാർട്ടികളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയാണ് ഇവരെ നിഷ്പ്രഭമാക്കുവാനുള്ള ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ BJP നടത്തുന്നത്. ആ ഗിമ്മിക്കിൻ്റെ ഭാഗം തന്നെയാണ് ആഴ്ചയിൽ 3 ദിവസവും പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിൽ തന്നെ കുടികിടക്കുന്നത്, BJP-യുടെ മുഖ്യമന്ത്രിമാർ മുഴുവൻ പശ്ചിമ ബംഗാളിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അമിത്ഷാ പൂർണ്ണമായും പശ്ചിമ ബംഗാളിന് പ്രത്യേക പാക്കേജുമായി രംഗത്ത് വരുന്നത്. ഇതൊക്കെ ഞങ്ങളാണ് തൃണമൂലിനെ എതിർക്കുന്നത് എന്ന് വരുത്തിയെടുക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗവുമാണ്. ആ ഇടതുപക്ഷത്തെ നിഷ്പ്രഭമാക്കുക എന്നുള്ളതും കൂടിയിട്ടാണ്. അത് നിശ്ചയമായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് BJP-ക്കും തൃണമൂൽ കോൺഗ്രസിനും എതിരായി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെ. ആ മണ്ഡലങ്ങളിലെ വിജയം ഉറപ്പുവരുത്തേണ്ടത് ഇപ്പോൾ നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാൽദയുണ്ട്, കൂച്ച് ബിഹാറുണ്ട്, ദിനാജ്പൂറുണ്ട്, അതുപോലെ തന്നെ ഉത്തര ദക്ഷിണ 24 പർഗനാസുകളുണ്ട്, ഹൗറ മണ്ഡലമുണ്ട്. അങ്ങനെയുള്ള ഏതാണ്ട് 1 ഡസനിലധികം മണ്ഡലങ്ങൾ അങ്ങനെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിന്നാൽ ജയിക്കുന്നതിന് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നതിന് കഴിയുന്ന മണ്ഡലങ്ങളുമാണ്. ആ അർത്ഥത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ജോസഫ് സി മാത്യു, ഈ കാര്യം എപ്പോഴും എന്തുകൊണ്ടാണ് കേരളത്തിലെ CPM നേതൃത്വത്തിന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു തലവേദനയായി നിൽക്കുന്നത്? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടാത്ത കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിനു മുൻപും UPA സർക്കാരുകളെ CPM സപ്പോർട്ട് ചെയ്യുകയും
അതേ ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഭരണപ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസും CPM-ഉമായി പോരടിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ നമ്മളെല്ലാവരും ചർച്ചയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ രാജ്യത്തെ സാഹചര്യം CPM-ൻ്റെ രാജ്യത്തെ അവശേഷിക്കുന്ന ശക്തി ബംഗാൾ മാത്രം കണക്കിലെടുത്താൽ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അവിടുത്തെ ശക്തി ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് മാത്രമാണ് മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷനുണ്ട്, അത് TMC-യുമായിട്ട് ചേർന്ന് മത്സരിക്കുക എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഓപ്ഷൻ ഇല്ല. അവിടെ പ്രധാനമായിട്ട് ഈ ചൂണ്ടിക്കാണിച്ച പോലെ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ വലിയ റാലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു പുതിയ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഭരണത്തിലിരിക്കുമ്പോൾ പോലും കാണാത്ത തരത്തിലുള്ള ഒരാൾക്കൂട്ടം ഈ ആക്രമണങ്ങളെല്ലാം അതിജീവിച്ച് വന്നു എന്നുള്ളതൊരു പുതിയ പ്രതീക്ഷ തരുന്ന കാര്യമാണ്. CPM-നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചും ബംഗാൾ എന്ന് പറയുന്നത് പ്രാണവായുവിന് തുല്യമാണ്. അവിടെ കുറേ സീറ്റുകൾ കിട്ടുക എന്ന് പറയുന്നത് പുതിയ ഒരു ഊർജം നൽകുന്ന കാര്യവുമാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ശ്രീ ദേവരാജൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അപ്പോഴും ഈ 12 സീറ്റുകൾ വരെ ഒരു ഫൈറ്റിംഗ് ചാൻസ് എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് ഇത് വരുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് TMC നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എങ്ങോട്ടും പോകാവുന്ന ഒരു കക്ഷിയാണ്. ഇപ്പോൾ കാണിക്കുന്ന ഇതിലൊന്നും ഒരു തൂക്കുമന്ത്രിസഭ വരുന്ന ഘട്ടത്തിൽ വലിയ കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു TMC-യെ കൂടെ നിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ളത്. കാരണം അവിടെ 34 സീറ്റ് ജയിച്ച ഒരു പാർട്ടി, കോൺഗ്രസിന് 4 സീറ്റ്, CPM-ന് 2 സീറ്റ്, അതാണ് അവിടുത്തെ സ്ഥിതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പക്ഷേ അവിടുത്തെ PCC-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് TMC-യുമായിട്ട് മത്സരിക്കാൻ കിട്ടുക 3-4 സീറ്റുകളായിരിക്കാം. അതുകൊണ്ട് അവർ തൃപ്തരല്ല. അവർക്കും ഒരു ചാൻസ്, കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ CPM-നും ഒരു സാധ്യത എന്നുള്ള രീതിയിൽ ബംഗാൾ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധ്യത. പക്ഷേ CPM-നെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ അവർ അല്ലാതെ തന്നെ വർഗീയതയാണ് പ്രധാനപ്പെട്ട എതിർക്കേണ്ട കാര്യമെന്നും BJP-യാണ് മുഖ്യ ശത്രുവെന്നും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ ഘട്ടമാണ്. നമ്മൾ പാർട്ടി കോൺഗ്രസ്സിന് മുമ്പ് ഇത് ഒരുപാട് ചർച്ച ചെയ്തതാണ്, അത്തരത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൻ്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സംസ്ഥാനത്ത് ഒരിക്കലും വേരോട്ടം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഈ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് പോലെ എല്ലാ കാലത്തും അവരല്ല മുഖ്യ കക്ഷിയെങ്കിൽ, അതിലെ പാർട്ണറെങ്കിൽ അവരുടെ വോട്ടുകൾ സഖ്യകക്ഷിക്ക് കിട്ടുക എന്ന് പറയുന്ന ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ UP-യിൽ അഖിലേഷ് യാദവിൻ്റെ കാര്യം നോക്കിയാൽ കാണാം, ചന്ദ്രബാബു നായിഡുവിൻ്റെ കാര്യം നോക്കിയാൽ കാണാം, ബംഗാളിൽ ഇത് നേരത്തെ ഈ പറഞ്ഞതുപോലെ കണ്ടതുമാണ്. അപ്പോൾ അതിന് വേറൊരു ഘടകം കൂടി കാണാം. ഈ CPM വിരുദ്ധതയിൽ ഊന്നിയതാണ് അവിടുത്തെ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഇത്ര നാളത്തെയും പ്രവർത്തനം. അത് പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. കേരളത്തിലുള്ള പ്രശ്നം അതുതന്നെയാണ്. ഇത് ദേശീയ തലത്തിൽ ഇങ്ങനെയാണ്, ഇതാണ് യാഥാർത്ഥ്യമെന്ന് കേരളത്തിലുള്ള ഇടതുപക്ഷ അണികൾക്ക് മനസ്സിലാകാത്തതല്ല. പക്ഷേ ഒരു മാർക്സിസ്റ്റുകാരനാകുക എന്നതിനേക്കാൾ ഉപരി പാർട്ടിയിലേക്ക് വന്നത് ഒരു കോൺഗ്രസ് വിരുദ്ധതയിലൂന്നിയാണ് മിക്കവരും. അതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സെൽഫ് ക്രിട്ടിക്കലായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് അതിനൊരു മാറ്റം വരുന്ന ഒരു ഘട്ടം വന്നാൽ അത് ഉൾക്കൊള്ളാനും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പ്രയാസമുണ്ട്. പക്ഷേ രാജ്യത്തെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്, പാർട്ടിയുടെ ശക്തി ഇതാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. ഇത് ഒരു വേദിയിൽ നിന്ന് പറയാനുള്ളൊരു ജാള്യത മാത്രമേ ഉള്ളൂ. അത് പറയുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബോധ്യപ്പെടുത്തുന്നവരാണ് കേരളത്തിലെ ജനങ്ങളും കേരളത്തിലെ അണികളും. അതുകൊണ്ട് അതൊന്നും ഒരു വലിയ ഫാക്ടറാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശ്രീ ജോസഫ് സി മാത്യു, ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള PB അംഗങ്ങൾ നടത്തുന്നൊരു ഒളിച്ചുകളിയുണ്ട്. കർക്കശമായൊരു നിലപാടെടുത്തു എന്ന പ്രതീതി വരുത്തുക. ഇവിടെ ഈ പറയുന്ന ബംഗാളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി സഹകരിക്കുന്നു എന്ന് പറയുന്ന അപഖ്യാതി നേരിടാൻ ഇവിടെ കോൺഗ്രസിനെ തന്നെ നിസ്സാരമാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഏറ്റവും ശക്തമായി വിമർശിക്കുക, അതിലാണ് ഒരു മാത്സര്യ ബുദ്ധി കാട്ടുന്നത്. ഇപ്പോൾ പ്രകാശ് കാരാട്ടും ഇവിടുത്തെ മുഖ്യമന്ത്രിയും കോടിയേരിയും എല്ലാം ഒരേ പദവി വഹിക്കുന്നവരാണ് പാർട്ടി സംഘടനാ പ്രകാരം. പ്രകാശ് കാരാട്ടൊക്കെ അവിടെ പോയേക്കാം പ്രചാരണത്തിനൊക്കെ, അല്ലെങ്കിൽ മറ്റ് MP-മാർ പോയേക്കാം, PB മെമ്പർമാർ പോയേക്കാം. ഇവിടെ നിന്നാരും പോകില്ല എന്നത് നിസ്തർക്കമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഭൂമിശാസ്ത്രപരമായ അകലം പാലിച്ചുകൊണ്ട് അവർ നേരിടുന്ന ഒരു രാഷ്ട്രീയ സമസ്യയ്ക്ക് അവർ ഉത്തരം തേടാൻ യാന്ത്രികമായി ശ്രമിക്കുകയാണ്. ഞാൻ ആ പ്രശ്നമാണ് പറയുന്നത്. ഈ പറഞ്ഞ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഇവിടെ വിളിച്ചു വയ്ക്കുക. ഇവിടെ ഇവരുടെ കണ്ണിലെ കരടായിരിക്കുന്ന ഒരു പത്രം ഈ പറയുന്ന കൈപ്പത്തിയും
ഈ പറയുന്ന CPM-ന്റെ ചിഹ്നവും ഒരുമിച്ച് കാട്ടിക്കൊണ്ട് ഇങ്ങനെയാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടക്കുന്നത്, ഇങ്ങനെയാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടക്കുന്നതെന്ന് ഇവരെ വിഷമിപ്പിച്ചുകൊണ്ട് വാർത്തകൾ നൽകുക. അപ്പോൾ ഇതാണ് നാം ഇനിയും കാണാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ. എല്ലാ കാര്യത്തിലും ഉത്തരം പറയേണ്ടത് CPM മാത്രമാണ്. കോൺഗ്രസിനോട് ഈ ചോദ്യം വരുന്നില്ല. ഈ പത്രം ഇത് വെക്കുമ്പോൾ അല്ലല്ല, CPM-നെ പോലെ ഇത്തരം കർക്കശമായ ഒരു നിലപാട് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. ഞാൻ പറയാം, മറ്റൊരു സംസ്ഥാനത്ത് ഇപ്പോൾ ബീഹാറിൽ അങ്ങനെ ഒരു അലയൻസിൽ മത്സരിച്ചാൽ അതൊരു വലിയ വാർത്തയില്ല. പക്ഷെ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അണികൾ കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്ന് മുദ്രാവാക്യം വിളിച്ച് അത്തരത്തിലാണ് ബംഗാളിനെ കണ്ടിരുന്നത്. അതായിരുന്നു ടാർഗറ്റ്. അവിടെ ഉണ്ടായ ഒരു അധപ്പതനം എന്ന് പറയുന്നത് എല്ലാവരെയും ആത്മീയമായി ബാധിച്ച ഒരു വിഷയമാണ്. അപ്പോൾ അതിന് മറുപടി തേടിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു അലയൻസിൽ മത്സരിക്കുക എന്നുള്ളതിനെ ന്യായീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ കോൺഗ്രസ് വിരുദ്ധതയിൽ ഊന്നി കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രശ്നം ഇപ്പോഴും ഇന്ന് ഹിന്ദുവിനും ഇന്ത്യൻ എക്സ്പ്രസിനും മുഖ്യമന്ത്രി അഭിമുഖം കൊടുത്തിട്ടുണ്ട്. അവിടെ ചോദ്യം വരികയാണ്, ബംഗാൾ ഘടകം ഇങ്ങനെ നിലപാട് പറയുന്നല്ലോ, കേരള ഘടകം ഇങ്ങനെ പറയുന്നല്ലോ, അങ്ങനെ കേരള PB ബംഗാൾ PB എന്നൊന്നുമില്ല, ഒറ്റ PB ഉള്ളൂ, ഞങ്ങളെല്ലാവരും ഇതിലൊരു നിലപാടാണ്. ആ നിലപാടെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, ചർച്ച നടക്കുകയാണ്. അവിടുത്തെ പ്രാദേശിക പാർട്ടി അവിടുത്തെ സാഹചര്യം വിലയിരുത്തട്ടെ, അതിനുശേഷം അത് CC പരിഗണിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇല്ലാത്ത ഒന്നിനെ മറ്റുള്ളവർ സൃഷ്ടിക്കുന്നു, ഇതൊരു പ്രതീതി ഉണ്ടാക്കലാണ് എന്ന് വ്യാഖ്യാനിക്കാനാണ് ഇപ്പോഴും നോക്കുന്നത്. ഇപ്പോൾ ബംഗാൾ ഘടകത്തിന് അങ്ങനെയാണോ ഈ വിഷയം? വേണമല്ല, അവരുടെ ദൈനംദിന യാഥാർത്ഥ്യമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് തുറന്നു പറയാൻ ജാള്യതയുണ്ട്. അത് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് വിരുദ്ധതയിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടെ പ്രചരണം മുഴുവൻ നടത്തിയിരിക്കുന്നത്. നമ്മളുടെ ഒരു പ്രത്യയശാസ്ത്രം സെല്ല് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എതിർ പാർട്ടിക്കാരെ ആക്രമിക്കുക, അതാണ് എളുപ്പം. അതാണ് എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒന്നാം UPA പുറമേ നിന്ന് പിന്തുണച്ചതിന് ശേഷം, അതിൽ നിന്ന് മാറിയതിന് ശേഷം ഈ പറയുന്ന രൂപത്തിലുള്ള നിലപാടാണല്ലോ ഇപ്പോഴും എടുത്തിരിക്കുന്നത് CPM. അതായത് ഞങ്ങൾ ഒന്നാം UPA പുറമേ നിന്ന് പിന്തുണച്ച് ഞങ്ങൾ നേർവഴിക്ക് നടത്തി, ഇപ്പോഴും ഞങ്ങളെ എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്താണ്? കോൺഗ്രസുമായി ദേശീയ തലത്തിൽ ബന്ധമാകാം എന്ന് തന്നെയാണ്. അത് ഞാൻ പറയട്ടെ, ഇപ്പോഴും നാളെ BJP-യെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി UPA പോലെ ഒരു സഖ്യം വീണ്ടും അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും CPM അതിനെ പിന്തുണയ്ക്കും. അങ്ങനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ കേരളത്തിൽ നിന്ന് വോട്ട് കിട്ടുകയുമുള്ളൂ. ഞങ്ങൾ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സീറ്റും കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം BJP-യെ മാറ്റി നിർത്താനുള്ള വോട്ടുകളാണ് കിട്ടുക. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കുന്ന അപ്പോൾ ബംഗാളിൽ പ്രസക്തമായ കോൺഗ്രസ് വിരുദ്ധത, കേരളത്തിൽ പ്രസക്തമായ കോൺഗ്രസ് വിരുദ്ധത ബംഗാളിലെത്തുമ്പോഴുമില്ല, ദേശീയ അധികാരത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴുമില്ല. ഇങ്ങനൊരു ജാള്യം ലോകത്തെവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഒരു പാർട്ടിയുടെ കേരള ഘടകം അനുഭവിക്കുന്ന ജാള്യം, ഇതിനെ ജാള്യമെന്നല്ല വിശേഷിപ്പിക്കേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, അവിടെ മുഖ്യ ശത്രു ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിന്നാലും 12 സീറ്റിൽ അല്ലെങ്കിൽ 15 സീറ്റിൽ ഒരു ഫൈറ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിൽക്കുന്നത്. അതേപോലെ വിജയിക്കാവുന്ന ഒരു പൊസിഷനിലുള്ള ചോദ്യങ്ങൾക്ക് അപ്പോൾ അവിടെ പ്രസക്തിയില്ല. ഞാൻ പറഞ്ഞു വന്നതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. UPA-യെ സപ്പോർട്ട് ചെയ്താൽ പോലും UPA-യെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുകയും എല്ലാ സാമ്പത്തിക നയങ്ങളെയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് CPM-ന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ കോമൺ മിനിമം പ്രോഗ്രാം പോലെ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതേ CPM-ന് ചെയ്യാൻ കഴിയൂ. മറ്റെന്താണ് 10 സീറ്റ്? എന്റെ ചോദ്യമേ അതല്ല. എന്റെ ചോദ്യം എന്ന് പറയുന്നത് അങ്ങീ പറയുന്ന CPM വിരുദ്ധത, കോൺഗ്രസ് വിരുദ്ധത കേരളത്തിൽ മാത്രമാണ് പ്രസക്തമായിരിക്കുന്നത്. ബംഗാളിലേക്ക് പോകുമ്പോഴും ഇല്ല, ഇനി ദേശീയ അധികാരത്തിന്റെ സാഹചര്യം വന്നാലും ഇല്ല. അപ്പൊ ഇവിടെ മാത്രം പ്രസക്തമായിരിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് യുക്തിഭദ്രമല്ല. അത് ഇവിടെ അവർക്ക് വിന്നബിൾ പൊസിഷൻ ഉണ്ട്, മറ്റിടത്ത് അതില്ല. രാഷ്ട്രീയമല്ലേ പറയേണ്ടത്? ആ യാഥാർത്ഥ്യമാണ് പറയേണ്ടത്. അങ്ങനെയല്ല. ഇവിടെ ഇപ്പൊ ഈ പറയുന്ന അടക്കം പറച്ചിൽ നയമാണ് എടുത്തിരിക്കുന്നത്. അല്ല, ആ രാഷ്ട്രീയം തുറന്നു പറയണം എന്നാണ്. അല്ല, ഇവിടെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇവിടുത്തെ മുഖ്യമന്ത്രി ഇവിടുത്തെ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവുമായ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരും പറയുന്നത് കേട്ടിട്ടില്ല. അത് പറയാനുള്ള ഒരു ജാള്യത കൊണ്ട് പറയാത്തതാണ്. പക്ഷെ ജനങ്ങൾക്ക് അല്ലല്ലേ, ഇതൊന്നും വ്യക്തിപരമല്ല. എന്റെ ഒരു ജാള്യതാണ്, ഞാൻ ഈ കാര്യം പറയുന്നില്ല എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലിരിക്കുന്ന ഒരാൾ എടുക്കേണ്ട നിലപാട് ഈ വിഷയത്തിൽ. അല്ല, അത് തുറന്നു പറയണം എന്നുള്ള വേണുവിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കും. ശരി, ശ്രീ കുഴൽനാടൻ, താങ്കൾക്ക് കേൾക്കാമോ? സാങ്കേതിക പ്രശ്നം പരിഹരിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കേൾക്കാം. കുഴൽനാടൻ, എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി പറഞ്ഞത്, ഹലോ, എനിക്ക് കേൾക്കാം, ലെഫ്റ്റ് ഫ്രണ്ടിന് അങ്ങോട്ടേക്ക് വോട്ട് കൊടുക്കാൻ പറ്റി, പക്ഷെ തിരിച്ചിങ്ങോട്ടേക്ക് വോട്ട് കിട്ടിയില്ല. ഇത് തന്നെയാണ് മായാവതിയും പറഞ്ഞത്. SP-BSP സഖ്യം അവിടെ യാഥാർത്ഥ്യമാക്കുമ്പോൾ മായാവതി പറഞ്ഞതും ഇതാണ്. ഞങ്ങളും കോൺഗ്രസും കൂടെ ഒരുമിച്ച് നിന്നു, ഞങ്ങളുടെ വോട്ട് മുഴുവൻ അങ്ങോട്ട് പോയി, കോൺഗ്രസിൻ്റെ ഒരു വോട്ടും ഇങ്ങോട്ട് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ അതിനുള്ള മറുപടി എന്താണ്? അത് ഒരു ആർഗ്യുമെന്റ് ആണ്. നമ്പർ 1, അതിനുള്ള ഏറ്റവും നല്ല മറുപടി
ബീഹാറിലെ മഹാഗഡ്ബന്ധനാണ് അതിന്റെ ഏറ്റവും നല്ല മറുപടി. കാരണം മഹാഗഡ്ബന്ധനിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നു. അവിടെ വളരെ ഒരു സ്വീപ്പിംഗ് വിക്ടറി കഴിയും. അതുകൊണ്ട് ആ പറഞ്ഞ പിന്നെ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കലും വീണ് കിടക്കുന്നവനെ വീണ്ടും വെട്ടുക എന്നുള്ളത് ഞങ്ങളുടെ ഒന്നും നയമല്ല. വാഴുന്ന കൈക്ക് വളമിടുക എന്നതും നമ്മുടെ ഒരു ശൈലി. സാങ്കേതിക പ്രശ്നമുണ്ട്, താങ്കളിലേക്ക് തിരികെ എത്താം. ടെലിഫോൺ ലൈനിൽ താങ്കളെ ബന്ധപ്പെടാൻ ശ്രമിക്കാം ശ്രീ കുഴൽനാടൻ. ശ്രീ KN ബാലഗോപാൽ, ഇവിടെ ഇപ്പോൾ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ റാലി, താങ്കൾക്ക് ഈ ചർച്ചയിൽ എടുത്തിരിഞ്ഞു വന്ന മറ്റു കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കേട്ടോ, എന്നാലും ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ബ്രിഗേഡ് ഗ്രൗണ്ടിലെ റാലി അത് ഒരു വലിയ തിരിച്ചുവരവിൻ്റെ സാധ്യതയെ നിങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ മറ്റൊരു റാലി നടന്നു. 23ഓളം പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുത്ത റാലി. അത് ദേശീയ തലത്തിൽ തന്നെ ഒരു വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. 23 പ്രതിപക്ഷ പാർട്ടികളാണ് പങ്കെടുത്തത്. ഇതിലേതാണ് അവിടുത്തെ രാഷ്ട്രീയം എന്നത് വിലയിരുത്തേണ്ടതില്ലേ? കാരണം ഇവിടെ ഞങ്ങൾക്ക് അതിജീവിക്കാൻ ഇവിടുത്തെ 23 പേരുടെ റാലിയിൽ ഞങ്ങൾ പ്രാദേശിക നേതാക്കൾ പങ്കെടുക്കുന്നില്ല, സംസ്ഥാന നേതൃത്വം, കേന്ദ്രത്തിൻ്റെ പ്രതിനിധികൾ വരും, കേന്ദ്ര പാർട്ടികളുടെ. CPM വന്നിട്ടില്ല, അത് അംഗീകരിക്കുന്നു. അവിടെ കോൺഗ്രസും CPM-ഉം ചേർന്ന് തൃണമൂലിനെയും BJP-യെയും നേരിടുന്നു. തൃണമൂലാകട്ടെ ദേശീയ തലത്തിൽ, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണല്ലോ, കേന്ദ്രത്തിൻ്റെ അധികാരവുമായി ബന്ധപ്പെടുന്ന കാര്യമാണല്ലോ, അവിടെ എത്ര സുശക്തരാണ് ഞങ്ങളെ എത്രമാത്രം 23 ആളുകൾ ഇവിടെ വന്ന് ഞങ്ങളെ വിശ്വസിക്കുന്നു എന്ന് ബംഗാൾ ജനതയെ നേരിട്ട് കാട്ടിക്കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ രാഷ്ട്രീയത്തെ ഏത് രൂപത്തിലാണ് അവിടുത്തെ ഒരു വോട്ടർ മനസ്സിലാക്കേണ്ടത് സാർ? വേണു, നമ്മൾ ഈ ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നു, അവതാരകൻ എന്ന നിലയിൽ താങ്കളുടേതായ സമീപനങ്ങൾ ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് സമയക്കുറവുണ്ട്, ഞങ്ങളുടെ അത്ര ആർഗ്യൂ ചെയ്ത് സ്ഥാപിക്കാൻ പറ്റുന്ന സമയമില്ല, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവിടുത്തെ ബംഗാളിലെ ഈ സാഹചര്യം നേരത്തെ ഇവിടെ ആർക്കാണ് സംശയമുള്ളത്? നേരത്തെ കഴിഞ്ഞ 2004 തെരഞ്ഞെടുപ്പിനകത്ത് തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ നമ്മുടെ കന്യാകുമാരിയിൽ വന്നിട്ട് സുർജിത്ത്, അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി, യോഗം നടത്തുമ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ DMK-യും ഞങ്ങളും തമ്മിൽ ധാരണയുണ്ട്, DMK-യും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ട്. ആൾക്കറിയാം അക്കാര്യത്തിനകത്ത് ഞങ്ങൾ കോൺഗ്രസുമായിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ പോകുന്നില്ല. ഞങ്ങൾക്ക് അവരുടെ ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് പറയുന്നൊരു രാഷ്ട്രീയം തന്നെയാണ്. അതിനകത്ത് തർക്കം. BJP-യേക്കാളും ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അപകടകരമായ രാഷ്ട്രീയം BJP-യുടേതാണ്. അവരുടെ സാമ്പത്തിക നയം മാത്രമല്ല, അവരുടെ വർഗീയതയും ബാക്കി കാര്യം രാജ്യം തകർക്കുന്നതാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ നയമോ, അവർക്ക് മതനിരപേക്ഷ നിലപാടൊക്കെ കുറച്ചൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ആളുകൾ ചാടിപ്പോടുന്നുണ്ട്. മതനിരപേക്ഷ നിലപാടൊന്നുമില്ല. സീറ്റ് കിട്ടുമ്പോൾ, മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ, ഇനിയിപ്പോൾ ഗവൺമെൻറ്റിന് ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കർണാടകത്തിൽ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. എങ്കിൽ പോലും BJP-യെ എതിർക്കുന്ന പൊതുവായിട്ടുള്ള ഒരു നിലപാടിനൊപ്പം നിൽക്കുന്നുണ്ട്. സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ ബാങ്കിൻ്റെ തകർച്ച അത് ചിദംബരത്തിൻ്റെ സമയത്ത് തുടങ്ങി വെച്ചതാണ്. ഇപ്പോൾ വിജയ് മല്യ അടക്കമുള്ള ആളുകളുടെ കാര്യങ്ങൾ, നമ്മുടെ റബ്ബർ പോലെയുള്ള കാർഷിക മേഖലയിലെ തകർച്ച, ഈ നയങ്ങളെല്ലാം അവർ നടപ്പാക്കുന്നു. അവരുടെ സാമ്പത്തിക നയങ്ങളെ അത് അങ്ങേയറ്റം ശക്തമായി എതിർക്കുന്നതാണ്. ഞങ്ങൾ അവർക്കെതിരെ ആ കാര്യം ഉയർത്തുന്നതാണ്. പക്ഷേ ഈ വലിയൊരു അപകടം വരുമ്പോൾ ആ അപകടത്തിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് യോജിപ്പുണ്ടാവേണ്ടി വരും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ടല്ലേ, ഞങ്ങൾ മന്ത്രിസഭ ചേരാനൊന്നും പോയില്ലല്ലോ. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്താ, ഇടതുപക്ഷമായിരിക്കും ഏറ്റവും കുറച്ച് ഗ്യാരണ്ടി മതനിരപേക്ഷ ഗവൺമെൻറ്റിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ബംഗാളിലെ കാര്യത്തിനകത്ത് 23 കക്ഷികൾ അവിടെ വന്നു. ശരി, ഞങ്ങളതിൻ്റെ കൂടെ ഒന്നും പോയില്ല. അന്ന് മാതൃഭൂമി ചർച്ച ഞാൻ വന്നതാണ്, ഇതേ കാര്യം പറഞ്ഞതാണ്. അന്ന് ചർച്ച നടക്കുമ്പോൾ ശ്രീ കുഴൽനാടൻ അപ്പുറത്ത് സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബംഗാളിലെ ആളുകളുടെ അഭിപ്രായമെങ്കിലും അറിഞ്ഞിട്ട് പറയണം. ഞങ്ങളെ അടച്ചാക്ഷേപിച്ചിട്ടായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ നേതാവ് ഈ ചർച്ചയിൽ സംസാരിച്ചത്, ഇടതുപക്ഷത്തെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ബംഗാളിലെ ആളുകളുടെയെങ്കിലും അഭിപ്രായം മനസ്സിലാക്കണം. ബംഗാളിലെ ആളുകളെയും അവിടുത്തെ കോൺഗ്രസ്സുകാരെയും അടിച്ച് ഭീകരമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്തും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഈ നാട്ടിലെല്ലാ അക്രമവും സ്ഥിരമായി നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് അഭിപ്രായം പറയാനില്ലാത്ത, മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ബംഗാൾ എന്നൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ആ സമയത്ത് ബംഗാളിൽ നേരത്തെ അവിടുത്തെ കൽക്കട്ട കോർപ്പറേഷൻ അടക്കം ഭരിച്ചുകൊണ്ടിരുന്നത് ദീർഘകാലം കോൺഗ്രസ്സാണ്. അവിടെ പല സ്ഥലത്തും മത്സരിക്കും, നല്ല പ്രതിപക്ഷമാണ്. ആരും ഇറങ്ങരുതെന്ന് പറഞ്ഞാൽ ഡെമോക്രസി ഇല്ലാത്തൊരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അന്നത്തെ ചർച്ച വന്നു. ഇപ്പോൾ എന്താ ശ്രീ രാഹുൽ ഗാന്ധി ഇങ്ങനൊരു തീരുമാനം എടുത്തത്? ബംഗാൾ PCC എടുത്ത അഭിപ്രായം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നിശ്ചയമായി ബംഗാൾ PCC 23 കക്ഷികളുടെ ആ സമ്മേളനത്തിനകത്ത് ദേശീയ നേതാക്കന്മാർ വന്നെങ്കിലും ബംഗാളിലെ കോൺഗ്രസ് നേതാക്കന്മാർ പങ്കെടുത്തില്ല. ബംഗാളിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായം തൃണമൂലും BJP-യും ഒരേപോലെ അപകടകരമായ സമീപനം എടുക്കുന്നു. അപ്പോൾ ബംഗാളിലെ പ്രായോഗികമായ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ ഇവിടെ ദേവരാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയതാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുമാതിരി വഞ്ചന പറ്റിയതുപോലെ, അല്ലെങ്കിൽ വേണ്ടത്ര വോട്ട് കിട്ടാതിരുന്ന ഇവരെ എതിർക്കാൻ നിൽക്കുമ്പോൾ അത്ര പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും നോർത്ത് 24, അതുപോലെ പിന്നെ ഡയമണ്ട് ഹാർബർ, സൗത്ത് 24, ഹൂഗ്ലി, അങ്ങനെ ഉള്ള പല ജില്ലകളിലും
ആ കോൺഗ്രസിൻ്റെ അണികൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗതമായ ഒരു ഇടതുപക്ഷത്തിനെതിരായതുകൊണ്ട് ആ വോട്ട് അപ്പുറത്ത് കൊടുത്തു. ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഈ BJP എന്ന് പറയുന്ന വർഗീയതയ്ക്കെതിരെ നിലപാടെടുക്കണമെന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തൃണമൂലിനെതിരെ നിലപാടെടുക്കണമെന്നുള്ളതുകൊണ്ട് കൃത്യമായി ആ വോട്ട് കോൺഗ്രസിന് പോവുകയും വളരെ കൂടുതൽ സീറ്റ് അവർ ജയിക്കുകയും ചെയ്തു. ഇത് നേരത്തെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇപ്പോഴായാലും ഏറ്റവും വലിയ അപകടത്തെ നേരിടാൻ വേണ്ടി നിൽക്കുന്നൊരു സമീപനമാണ്. അവിടെ 23 നടന്ന റാലിയിൽ ആകെ പങ്കെടുത്ത ആളുകൾ എത്രയാണെന്ന് പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട്. 3.5 ലക്ഷം ആളെ പങ്കെടുത്തുള്ളൂ. പക്ഷേ ബ്രിഗേഡ് പരേഡിലെ ഇടതുപക്ഷ റാലിയിൽ പങ്കെടുത്തത് 10 ലക്ഷം ആളാണ്. അപ്പോൾ ആ വ്യത്യാസം വരുന്നത് ഞങ്ങളുടെ ആളുകൾക്ക് ആത്മവിശ്വാസം വരുവാണ്. അവിടുത്തെ ചില പത്രപ്രവർത്തക സുഹൃത്തുക്കൾ പറഞ്ഞത് ദീർഘകാലമായി പുറത്തൊക്കെ പ്രവർത്തകർ ഇറങ്ങാതിരുന്ന സ്ഥലത്തൊക്കെ ധൈര്യത്തോടു കൂടി ആളുകൾ ഇറങ്ങുന്നു. ആ ഒരു ആത്മവിശ്വാസം വരുന്നു. ആ ആത്മവിശ്വാസത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സഹായകരമാണ് എന്നുള്ള തരത്തിലേക്ക് ഒരു സമീപനം എടുക്കുന്നതല്ലേ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സമീപനത്തെ സംബന്ധിച്ച് ഉള്ള വിമർശനങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ആ വിമർശനം കേരളത്തിലും പറയുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ എന്നുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇവിടുത്തെ എല്ലാ നിലപാടിനെയും സപ്പോർട്ട് ചെയ്ത് അവരുടെ തോളെ കൈയിട്ട് നടക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ലെന്നാണ് ഞാൻ ധരിക്കുന്നത്. ഞങ്ങൾ ഈ കാര്യം ഇതിൽ കൂടുതൽ അങ്ങനെ വ്യക്തമായിട്ട് പറയുന്നത്. ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തീരുമാനം പറയും. തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ പത്രത്തിലെ ഉള്ള ഇൻ്റർവ്യൂ ആയിരിക്കും അങ്ങ് പറയുന്നത്. പക്ഷേ ഇന്ന് തീരുമാനമെടുത്തു. പാർട്ടി അതിനകത്ത് കൃത്യമായി പറഞ്ഞല്ലോ. ആ കാര്യത്തിനകത്ത് ഞങ്ങൾ ഇന്ത്യയിൽ BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടും എടുക്കും. ഏറ്റവും വലിയ ഗ്യാരണ്ടി ആയിട്ട് ഞങ്ങൾ നിൽക്കും. അതെല്ലാ സ്ഥലത്തും ഞങ്ങൾ അതേ സമയം എടുക്കുന്നത്. ഞാൻ ഇവിടെ രാജസ്ഥാനിലെ സമീപനം പറഞ്ഞു. 2 MLA-മാരെ ഞങ്ങൾ ജയിച്ചുള്ളൂ. ഞങ്ങളൊരു 10-12 സീറ്റിലെ കാര്യമായി മത്സരിക്കാൻ പോയുള്ളൂ. പക്ഷേ അവിടെയൊക്കെ കുറേ വോട്ട് കിട്ടുകയും ചെയ്തു. ബാക്കി സ്ഥലത്തെല്ലാം അവിടെ BJP-ക്കെതിരായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. BJP-ക്കെതിരായി വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആർക്കാ വോട്ട് ചെയ്യുക? അവിടെ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുക. പക്ഷേ കോൺഗ്രസ് എടുക്കുന്ന സമയം ഇവിടെ തന്നെ എന്താ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇന്ന് തന്നെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയുടെ പത്രസമ്മേളനമാണ് ഇവിടെ BJP-ആയിട്ട് ഞങ്ങൾ മുന്നണിയാണെന്ന്. ഇന്ത്യയിൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ കോൺഗ്രസ് പറഞ്ഞാൽ കോൺഗ്രസിന് അവസരവാദ രാഷ്ട്രീയമാണ്. അവർക്ക് അപ്പം കിട്ടേണ്ട കാര്യമുള്ളൂ. അവരിങ്ങനെ പഠിപ്പിച്ച് അവരുടെ അണികളെ മറ്റു സ്ഥലത്തേക്ക് തള്ളിവിടുന്നൊരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ്. ഞങ്ങൾ അക്കാര്യത്തിനകത്ത് ഉറച്ച നിലപാടെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. യാതൊരു സംശയമില്ല. BJP-യെ അധികാരത്തിൽ നിന്ന് ദൂരത്ത് നിർത്താൻ വേണ്ടി മതനിരപേക്ഷ കക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തും. വോട്ട് ചെയ്യും. ഞങ്ങൾ മത്സരിക്കുന്ന അല്ലാത്ത സ്ഥലങ്ങളിൽ മതനിരപേക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യും. ഇന്ത്യയിൽ എവിടെയൊക്കെ ഞങ്ങൾക്ക് വോട്ടുണ്ടെങ്കിലും ഞങ്ങളത് ചെയ്യും. ശരി, ഞാൻ മറ്റു അതിഥികളിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ഇടവേള.